Hi, it's me Mereena Joby. Welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷം കിട്ടിയ രണ്ട് വലിയ സുന്ദരിമണികളെ പ്ലേറ്റിൽ വെച്ചപ്പോൾ കുറച്ച് ഗ്ലാമർ കുറവ് അങ്ങ് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ സുന്ദരികളാക്കാന്ന് വെച്ചിട്ട് രണ്ട് പൊതിനിലെ നുള്ളി കൂടുതൽ അങ്ങോട്ട് ഭംഗിയാക്കി. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് ചടപടാന്ന് ക്ലിക്ക്. പിന്നെ അധികം എണ്ണയിലിട്ട് മുക്കി വേദനിപ്പിക്കാൻ മനസ്സ് വന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ദോശക്കല്ലിലിട്ട് അങ്ങ് പൊള്ളിക്കാന്ന് വെച്ചു. കുറച്ച് ഉപ്പും മുളകൊക്കെ ഉണ്ടായാലല്ലേ പൊള്ളിച്ചാൽ നല്ല ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അങ്ങ് ഇട്ട് കൊടുത്തു. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ അങ്ങ് പിഴിഞ്ഞു വെച്ചു. പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് പേസ്റ്റ് ആക്കി അങ്ങ് എടുത്തു. പിന്നെ സുന്ദരീസിന് ഓരോന്നായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു, ഒരു പുതിയ ഡ്രസ്സ് ഇട്ട മാതിരി. എന്നിട്ട് 1 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെച്ചു. മസാല ഒക്കെ നന്നായിട്ടൊക്കെ പിടിക്കണമല്ലോ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് മസാല തേച്ച് പിടിപ്പിച്ച ആൾക്കാരെടുത്ത് ദോശക്കല്ലിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ചു മറിച്ചിട്ട് അങ്ങോട്ട് പൊള്ളിച്ചെടുത്തു. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. ആവശ്യമാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ സൈഡിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടി പിടിക്കാന്ന് തോന്നിയാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ. പിന്നെ 2 വശമാവുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി ചൂടോടെ കഴിക്കാം. വായിൽ കപ്പലോടുന്നുണ്ടല്ലേ. മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഡീപ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഫിഷ് കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത റെസിപ്പിയിൽ കാണാം. ടാറ്റാ.